ഹായ് ഫ്രണ്ട്സ്, ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം വേണ്ടത് നമുക്കൊരു റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് വൈറ്റ് ക്ലോത്ത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് എംബ്രോയ്ഡറി സൂചി, സിസർ, എംബ്രോയ്ഡറി ത്രെഡ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റിങ് എടുക്കുക, അതിൽ നിന്ന് അടിയത്തെ റിങ് ഊരിയെടുക്കുക, ഈ റിങ് ഈ ക്ലോത്തിൻ്റെ മേലെ വയ്ക്കുക. അതിൻ്റെ ശേഷം എംബ്രോയ്ഡറി ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കുക, എന്നിട്ട് പ്രസ് ചെയ്യാം. നല്ല ടൈറ്റിങ് ആക്കി വെക്കണം കേട്ടോ, നല്ല സൂപ്പറായി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. അതുപോലെ തന്നെ ഇന്നത്തെ എംബ്രോയ്ഡറിക്ക് വേണ്ടി ഒരു സ്കെയിൽ എടുക്കുക, പെൻസിലും എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറിൻ്റെ സൂചി എടുത്തു. അതിന് ശേഷം നമ്മൾ നൂലെടുത്ത് ഇപ്പം നൂല് കോർത്തു ഇത്ര ഇതായിട്ട് ഇവിടെ നിർത്തുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് എത്രയാണോ കുറച്ചെടുത്താൽ മതി. ശേഷം ഇത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ, അതായത് തുടക്കത്തിലുള്ളതാണ് ഇവിടെ. ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരെണ്ണം കൂടെ ഒരു 3 ഡോട്ട്സ് ഇട്ടു. 1 2 3. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 2 3. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് 2-ൻ്റെ അവിടെയാണ് കുത്തുന്നത്. ഓക്കെ, 2-ൻ്റെ അവിടെ കുത്തി മേലേക്ക് എടുത്തു, 1-ൻ്റെ അവിടേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? എന്നിട്ട് 3-ൻ്റെ അവിടെ കുത്തി എടുത്തു, ഇതാ 2-ൻ്റെ അവിടേക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ 4 5 6 ഒക്കെ ആവുകയാണെങ്കിൽ ഇപ്പം ഐഡിയ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത്ര ഉള്ളൂ. എൻഡിങ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡ്സിലായിരിക്കും കേട്ടോ വരുന്നത്. ഇവിടെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് എംബ്രോയ്ഡറീൻ്റെ സൂചി വാങ്ങിക്കണം കേട്ടോ. സാധാ സൂചി ഇട്ട് ആരും ചെയ്യരുത്. എംബ്രോയ്ഡറീൻ്റെ സൂചി തന്നെ വാങ്ങിക്കുക. ആ എംബ്രോയ്ഡറീൻ്റെ സൂചിക്ക് മൊന ഉണ്ടാവില്ല അധികം. അത് കാരണം തന്നെ നിങ്ങളെ ക്ലോത്ത് നാശാവത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് ഇതാണ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് മനസ്സിലാവാത്തവർ
കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബാക്ക് സ്റ്റിച്ച് മനസ്സിലായോ? ബാക്ക് സ്റ്റിച്ച് കൊണ്ടുള്ള അടുത്ത വീഡിയോസിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിൻ്റെ ബൈ ബൈ.